തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തും. സമസ്തപുരിയിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. സമസ്തപുരിയിലും ബെഗുസരായിയിലും ആണ് തെരഞ്ഞെടുപ്പ് റാലികൾ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, ഒരു വശത്ത് ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോഴും അടിയാണ്. കോൺഗ്രസ് ഇനിയും തേജസ്വിയെ അംഗീകരിച്ചിട്ടില്ല. മറുവശത്ത് തേജസ്വി തൻ്റെ മാത്രം ചിത്രം വച്ച് പ്രചാരണം നടത്തുന്നു. മറുവശത്ത് ചിട്ടയോടെ അമിത്ഷാ അവിടെയുണ്ട്. പ്രധാനമന്ത്രി എത്തുന്നു. എന്താണ് വിവരങ്ങൾ? കൃഷ്ണാജി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബീഹാറിൽ NDA ക്യാമ്പിൻ്റെ പ്രചാരണത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട്, കൂടുതൽ ആത്മവിശ്വാസം നൽകിക്കൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ബീഹാറിലെത്തുന്നത്. ഇന്ന് 2 റാലികളാണ് പ്രധാനമന്ത്രിക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെയും കർപ്പൂരി ഗ്രാമത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത്. അവിടെയും മുൻ ബീഹാർ മുഖ്യമന്ത്രി ജനനായക് ഭാരത് രത്ന കർപ്പൂരി താക്കൂറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. അവിടെ നിന്ന് പ്രചാരണം ആരംഭിക്കും. തുടർന്ന് ആദ്യ യോഗം നടക്കുന്നത് സമസ്തപുരി മേഖലയിലാണ്. അവിടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പിന്നീട് ബഹുസറായിലും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ എത്തുന്നുണ്ട്. അതിനുവേണ്ടി വലിയ ക്രമീകരണമാണ് ഇതിനോടകം തന്നെ NDA നടത്തിയിട്ടുള്ളത്. 10,000-കണക്കിന് ആളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം സംസ്ഥാന നേതാക്കളും ഇന്ത്യയുടെ നേതാക്കളും ഉൾപ്പെടെ അതിശക്തമായിട്ടുള്ള പ്രചാരണമാണ് നിലവിൽ ബീഹാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പ്രചാരണം ആരംഭിച്ചിട്ടുള്ള ബീഹാറിൽ ആദ്യഘട്ടത്തിൽ വോട്ടർ അധികാർ യാത്ര നടത്തിക്കൊണ്ട് തുടക്കത്തിലൊരു ശ്രദ്ധ നേടാൻ രാഹുലും കോൺഗ്രസും ശ്രമിച്ചിരുന്നു. അതിന് തേജസ്വി യാദവും ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ കാര്യത്തോടടുത്തപ്പോഴേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയപ്പോഴോടുകൂടി മഹാസഖ്യം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യ മുന്നണിക്കുള്ളിൽ വലിയ അടി ആരംഭിച്ചു. നിലവിൽ RJD യാതൊരു തരത്തിലും കോൺഗ്രസിനെ അംഗീകരിക്കാത്ത അവസ്ഥയിലാണുള്ളത്. മുന്നണി യോഗത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഉയർത്തിയത്. കോൺഗ്രസിൻ്റെ മോശം പ്രകടനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ മഹാഗഡ്ബന്ധിൻ്റെ തകർച്ചയ്ക്ക് കാരണം. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു കാരണവശാലും 50-ന് മുകളിൽ സീറ്റുകൾ നൽകാൻ സാധിക്കില്ല എന്ന കടുത്ത നിലപാടാണ് RJD സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള 5 മണ്ഡലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളായി RJD സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. വികാസ് ഇൻഷ്യൽ പാർട്ടിക്ക് നേരെയും RJD സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്നലെയാണ് ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിക്കുന്ന പോസ്റ്ററുകളിലോ വേദികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പോസ്റ്ററുകളിലോ ഒന്നും തന്നെ കോൺഗ്രസിനെയോ രാഹുലിനെയോ ഉൾപ്പെടുത്താൻ RJD തയ്യാറായിട്ടില്ല. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ, പോരാട്ടം കടുക്കുന്നതിന് മുൻപേ തന്നെ തമ്മിലടിച്ച് തീരുന്ന അവസ്ഥയാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. RJDയും കോൺഗ്രസും പരസ്പരം അത്രയധികം അഭിപ്രായ വ്യത്യാസത്തിലാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര കലാപം അതിശക്തമാണെന്ന് തന്നെ പറയാം. ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകർ പട്നയിൽ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുൻപിൽ പ്രതിഷേധം നടത്തിയിരുന്നു. ആ മുദ്രാവാക്യം എന്നുള്ളത് പണം വാങ്ങി സീറ്റ് നൽകിയവർ ബീഹാർ വിട്ടു പോവുക എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയത് നേതാക്കൾ പണം വാങ്ങിയാണ് എന്ന വലിയ ആരോപണമാണ് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കൾ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് NDAയുടെ പ്രചാരണം ശക്തമാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൻ്റെ മണ്ണിലേക്ക് എത്തുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം, ഇന്നലെ വൈകിട്ട് ബീഹാറിലെ BJP പാർട്ടി പ്രവർത്തകരെ ഓൺലൈനായി അഭിസംബോധന ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് റാലിയിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി ബീഹാറിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇരുട്ടിലായിരുന്ന, അതായത് ജംഗിൾ രാജിൻ്റെ ഇരുണ്ട കാലത്തിലായിരുന്ന ബീഹാറിനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ, വികസനത്തിലേക്ക് നയിക്കാൻ 2014 മുതൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി എപ്പോഴും എടുത്തു പറയുകയാണ്. ബീഹാറിനെ സംബന്ധിച്ച് ഏത് ഇൻഡെക്സ് വെച്ച് പരിശോധിക്കുമ്പോഴും രാജ്യത്ത് പിന്നാക്കാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്ന, മുൻപ് സാംസ്കാരിക തനിമയോടുകൂടി തലയുയർത്തി നിന്നിരുന്ന ബീഹാറിൻ്റെ മണ്ണ് പതിറ്റാണ്ടുകൾ നീണ്ട RJDയുടെയും കോൺഗ്രസിൻ്റെയും എല്ലാം ഭരണത്തെ തുടർന്ന് പിന്നാക്കാവസ്ഥയിലേക്ക് പോയി. ഇപ്പോഴതിനെ വികസനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അത്തരത്തിലൊരു നരേഷനിലൂടെ, ഒപ്പം ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വികസന രാഷ്ട്രീയത്തിലൂടെ ബീഹാറിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് BJP ഇതിനോടകം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ തുടക്കമിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ എത്തുകയാണ്. അമിത്ഷാ അവിടെയുണ്ട്. തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.